എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മുസിരിസ് ലേക്ക് ഷോർ പാർക്കാണ്. തൃശ്ശൂർ ജില്ലയുടെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പുരാതന പട്ടണമാണ് കൊടുങ്ങല്ലൂർ. നിറയെ തോടുകളും ജലാശയങ്ങളും നദികളുമൊക്കെയുള്ള ഈ സ്ഥലത്തിൻ്റെ പടിഞ്ഞാറെ അതിർത്തി അറബിക്കടലാണ്. ചേരമാൻ പെരുമാൾമാരുടെ തലസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ. ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതക്കാരുടെ ആദ്യത്തെ സങ്കേതങ്ങളും ദേവാലയങ്ങളും കൊടുങ്ങല്ലൂരിലാണ് സ്ഥാപിതമായത്. പുരാതന കാലത്ത് ലോകത്തെ ഒരു പ്രധാന വാണിജ്യ തുറമുഖമെന്ന് അനുമാനിക്കപ്പെടുന്ന സ്ഥലമാണ് മുസിരിസ്. വടക്കൻ പറവൂർ മുതൽ മതിലകം വരെ മുസിരിസ് ഹെറിറ്റേജ് പ്രദേശത്തിൻ്റെ ഭാഗമാണ്. കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മുസിരിസ് പൈതൃക സംരക്ഷണ പദ്ധതി മൺമറഞ്ഞുപോയ മുസിരിസിൻ്റെ ചരിത്രപരവും സാംസ്കാരികവുമായ ഔന്നത്യം പുറം ലോകത്തിന് പ്രകാശനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. 2006 മുസിരിസ് പൈതൃക സംരക്ഷണ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണ് മുസിരിസ് പൈതൃക സംരക്ഷണ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ തീരത്താണ് കോട്ടപ്പുറം മുസിരിസ് ലേക്ക് ഷോർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒഴിവുസമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഒരുപാട് മലയാള സിനിമകൾ കോട്ടപ്പുറം ചന്തയിലും ഈ പാർക്കിലുമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ജോഷി സംവിധാനം ചെയ്ത പൊറിഞ്ചു മറിയം ജോസ് ചിത്രീകരിച്ചത് ഇവിടെയാണ്. അതിലുള്ള മറിയത്തിൻ്റെ വീട് ഈ പാർക്കിൻ്റെ തൊട്ടടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. കൊടുങ്ങല്ലൂരിൻ്റെ തെക്കേ അതിർത്തിയാണ് കോട്ടപ്പുറം. 1523 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയുടെ പേരിലാണ് ഈ സ്ഥലത്തിന് കോട്ടപ്പുറം എന്ന പേര് ലഭിച്ചത്. കൊടുങ്ങല്ലൂരിലെ പ്രധാന അരിക്കച്ചവടം നടക്കുന്നത് കോട്ടപ്പുറം മാർക്കറ്റിലാണ്. സംഘകാലത്തോളം പഴക്കമുള്ള ചന്തയാണ് കോട്ടപ്പുറം ചന്തയെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. വളരെയധികം വൃത്തിയുള്ള മനോഹരമായ ഒരു പാർക്കാണിത്. ധാരാളം ഹോട്ടലുകളും മറ്റ് കച്ചവടക്കാരും ഇവിടെയുണ്ട്. ഒരുപാട് സഞ്ചാരികൾ ദിവസേന ഇവിടെ സന്ദർശിക്കുന്നു. വൈകുന്നേരങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നു. വിവിധ കലാപരിപാടികളും ഇവിടെ അരങ്ങേറാറുണ്ട്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.